മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെന്നോർത്തിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം, നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെ നോക്കിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം, നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ದೇಶದಿಂದಲೇ ಕೇರಳವನ್ನ ಪ್ರತಿನಿಧಿಸುವಂತಹ ಹಲವಾರು ಯಕ್ಷಗಾನ, ವೈದ್ಯಕೀಯ ಕ್ಷೇತ್ರದಲ್ಲಿ, ಕ್ರೀಡಾ ಕ್ಷೇತ್ರದಲ್ಲಿ ಸಾಧನೆಯನ್ನು ಮಾಡಿದಂತಹ ಈ ಸುಂದರ ನಮ್ಮ ತುಳುನಾಡಿನ ಗಡಿ ಪ್ರದೇಶವಾದಂತಹ ಈ ಕಾಸರಗೋಡು ಜಿಲ್ಲೆಯ ತಲಪಾಡಿ ಗಡಿಯಿಂದ ಕೇರಳ ಸ್ಟೇಟ್ ಹೈಯರ್ ಗೂಡ್ಸ್ ಓನರ್ಸ್ ಅಸೋಸಿಯೇಷನ್ ಕಾಸರಗೋಡು 9ನೇ ಜಿಲ್ಲಾ ಸಮ್ಮೇಳನ ಬಂದು ಸೇರಿದಂತಹ ಎಲ್ಲ ಅತಿಥಿ ಅಭ್ಯಾಗತರನ್ನ ಈ ಸಂದರ್ಭದಲ್ಲಿ ನಾವು ಆತ್ಮೀಯವಾಗಿ ಸ್ವಾಗತಿಸುವಂತಹ ಸಮಯ. ಅಧ್ಯಕ್ಷತೆಯನ್ನ ಶ್ರೀಯುತ ಫಿರೋಜ್ ಪಡಿഞ്ഞാർ ಜಿಲ್ಲಾ ವೈಸ್ ಪ್ರೆಸಿಡೆಂಟ್, ಅದೇ ರೀತಿ ಮಂಜೇಶ್ವರ ಮೇಗಳದೊಂದಿಗೆ ಸಕ್ರಿಯವಾಗಿ ನಿಕಟ ಸಂಪರ್ಕವನ್ನು ಹೊಂದಿದಂತಹ ಶ್ರೀಯುತ ಫಿರೋಜ್ ಪಡಿഞ്ഞാർ ಅವರು ವೇದಿಕೆಯಲ್ಲಿದ್ದಾರೆ. ಅವರನ್ನ ನಿಮ್ಮೆಲ್ಲರ ಪರವಾಗಿ ಆತ್ಮೀಯವಾಗಿ ವೇದಿಕೆಗೆ ഉദ്ഘാടകൻ ടി വി ബാലേട്ടൻ, എസ് ജാഗ ലീഡർ സുകുമാര കൊപ്പളം, ദക്ഷിണ കന്നഡ സൗണ്ട് ആൻഡ് ലൈറ്റ് പ്രസിഡന്റ് ധൻരാജ് ഷെട്ടി, വിട്ല പ്രസിഡന്റ് സിദ്ദീഖ് സിയം, ജാഥയുടെ വൈസ് ക്യാപ്റ്റൻ അനീഫ് കരിയപ്പള്ളം, മാനേജർ റസാഖ്, ജാഥാംഗങ്ങളായ അഷ്റഫ് ബളീജ്, ബഷീർ കോട്ടൂർ, റിയാസ് ചൗക്കി, മഞ്ചേശ്വര മേഖലയുടെ പ്രസിഡന്റ് എഴുതി ചേർത്തുകൊണ്ട് ഐതിഹാസികമായ 9ാമത് ജില്ലാ സമ്മേളനം കാസർഗോഡിന്റെ മാനഞ്ചിറ മൈതാനം എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ കാസർഗോഡിന്റെ മെറൈൻ ഡ്രൈവ് എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ കാസർഗോഡിന്റെ പുത്തിരിക്കണ്ടം മൈതാനം എന്നറിയപ്പെടുന്ന കാലിക്കടവ് വെച്ച് ഇന്നും നാളെയുമായി വി ഷാവുൽ അമീർ നഗറിൽ വെച്ച് നടക്കുകയാണ്. നമ്മുടെ സംഘടനയുടെ സന്ദേശവും നമ്മുടെ ആവശ്യങ്ങളും അടങ്ങിയ നിരവധി കാര്യങ്ങൾ സർക്കാരിൻ്റെ മുമ്പിലും ജനങ്ങളുടെ മുമ്പിലും അവതരിപ്പിക്കുകയും നമ്മൾ നേരിടുന്ന ഒരു കൂട്ടം പ്രശ്നങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അറിയിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ജാഥ ഇവിടെ നിന്ന് ആരംഭിച്ചിരുന്നത്. മഞ്ചേശ്വരത്ത് നിന്നൊരു ജാഥ ആരംഭിക്കുമ്പോൾ നായകന്മാരും എഴുത്തുകാരും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മഞ്ചേശ്വരത്തിന്റെ മണ്ണിൽ നിന്നും ആരംഭിച്ച ഒരു ജാഥയും ഇന്നുവരെ ലക്ഷ്യം കാണാതിരുന്നിട്ടില്ല. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ മഞ്ചേശ്വരത്തിന്റെ പവിത്രമായ ചരിത്രമേറിയ മണ്ണ് നമ്മൾ തിരഞ്ഞെടുത്തത്. തീർച്ചയായും നമ്മുടെ അവകാശങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സർക്കാരിൽ നിന്ന് നമ്മുടെ ഏറെ ത്യാഗങ്ങൾ സഹിക്കുന്ന സംസ്ഥാന ജില്ലാ നേതൃത്വത്തിന്റെ കഠിനമായ പരിശ്രമം കൊണ്ട് നമുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയും ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾക്ക് പരിഹാരം നേടേണ്ടതായിട്ടുണ്ട്. അതിനൊക്കെ ഈ പ്രൗഢഗംഭീരമായ, ഒരു കാലത്തും കാസർഗോഡ് ദർശിച്ചിട്ടില്ലാത്ത ഒരു ഐതിഹാസികമായ സമ്മേളനം, ഒരുപക്ഷെ കാലിക്കടവിനെ മാത്രമല്ല കാസർഗോഡിനെ തന്നെ പിടിച്ചു കുലുക്കുന്ന ഒരു പ്രഗത്ഭമായ ജാഥയുമായി നമ്മൾ ഈ സമ്മേളനം പോകുമ്പോൾ തീർച്ചയായും മഞ്ചേശ്വരത്തിന്റെയും ഈ ബദിയടുക്കയുടെയും ഉപ്പളയുടെയും മുമ്പയുടെയും ഈ ഭാഗത്തുള്ള കന്നഡ മംഗലാപുരം ടച്ചുള്ള മുഴുവൻ നമ്മുടെ മെമ്പർമാരും പങ്കെടുത്തുകൊണ്ട് ഐതിഹാസികമായ വിജയമാക്കി തീർക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് രാവിലെ 9 മണിക്ക് ആരംഭിക്കേണ്ട ജാഥ വളരെ വൈകി 10 മണി കഴിഞ്ഞാണ് നമ്മൾ ആരംഭിക്കുന്നത്. സമയം വളരെ അതുകൊണ്ട് തന്നെ 13 ജില്ലകളിലെയും സാധാരണക്കാരായ പ്രവർത്തകർ ഉൾപ്പെടെ ഈ സമ്മേളനം കാണാൻ എത്തിച്ചു. നമുക്ക് അവർക്ക് കൊടുക്കാനൊരു സന്ദേശം ഉണ്ടാകും. ഈ 14 ജില്ലയിലെയും ഇപ്പോൾ കാസർഗോഡ് തൊട്ടടുത്ത ജില്ലയായ മംഗലാപുരത്ത് ഉൾപ്പെടെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എത്തിയിട്ടുണ്ട്. അവർക്കുൾപ്പെടെ
വലിയ സന്ദേശം നൽകുന്ന, ഇനിയും ഉറക്കെ പൊരുതാനുള്ള, കൈ നിവർന്നു പൊരുതാനുള്ള ഒരു സന്ദേശമായിരിക്കണം നമ്മുടെ കാസർഗോഡ് ജില്ലാ സമ്മേളനം. ആ കാസർഗോഡ് ജില്ലാ സമ്മേളനം ആ അർത്ഥത്തിൽ തന്നെ നാം കാണണം. നിങ്ങൾ ആലോചിക്കണം, എന്തായിരുന്നു വാടക? ലേറ്റ് ആൻഡ് സൗണ്ട് ഉടമകളെ കണ്ടാൽ, തൊഴിലാളികൾ കണ്ടാൽ പൊതുസമൂഹം അംഗീകരിക്കുമായിരുന്നു. എന്തായാലും പന്തൽ രംഗത്തുണ്ടായ പ്രശ്നം ഏറ്റവും ആദ്യം പോകും, ഏറ്റവും അവസാനം പിരിഞ്ഞു പോകും. എന്നാൽ ചെയ്ത ജോലിക്കുള്ള വേതനത്തിന് വേണ്ടി എത്രയോ തവണ ആ വീടുകളിലേക്ക് കയറിറങ്ങേണ്ടവരാണ്. ഇന്നതല്ലല്ലോ. ഇന്ന് പല വാടക സ്റ്റോർ ഉടമകളും പരിപാടി ഏൽപ്പുകളും പറയും 50% അഡ്വാൻസ് വേണം. ഇല്ലേ? 50 ഇല്ലായിരുന്നു. 50% അഡ്വാൻസ് കൊടുത്താൽ പോകാൻ പറ്റില്ല. ലേറ്റ് ആൻഡ് സൗണ്ട് പുറത്തേക്ക് ആളുകൾ പറയും സൈറ്റിലെത്തി എല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടിയുടെ 70% തരണം. കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുക. പണ്ടത്തെ പോലെ അടിമകളെ പോലെ എഴുതി എന്തെങ്കിലും തരണം, എപ്പോഴെങ്കിലും തരണം, ഞാനൊന്ന് ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞ് യാചിക്കുന്ന വിഭാഗം എന്ന പന്തൽ ലേറ്റ് ആൻഡ് സൗണ്ട് മേഖല മാറി. അത് മാറിക്കൊണ്ടിരിക്കുക. പന്തൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ഉടമകളും തൊഴിലാളികളും ഈ സമൂഹത്തിന്റെ ഭാഗമായി മാറി. ഉടമകളും തൊഴിലാളികളും ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ എന്ന രീതിയിൽ ഈ സമൂഹത്തോട് പെരുമാറാൻ വേണ്ടി തുടങ്ങി. അവരെ ആദരവോടെ സ്വീകരിക്കുന്ന ഒരു പൊതുസമൂഹം ഉയർന്നു വരികയാണ്. പന്തൽ രംഗത്ത് പ്രവർത്തിക്കുന്ന, ലേറ്റ് ആൻഡ് സൗണ്ട് രംഗത്ത് പ്രവർത്തിക്കുന്ന ഉടമകളെയും തൊഴിലാളികളെയും എല്ലാം ആദരിക്കുന്ന ഒരു സമൂഹം നമ്മുടെ നാട്ടിൽ ഉയർന്നു വരികയാണ്. അവരെ നല്ല രീതിയിൽ സ്വീകരിക്കുന്ന ഒരു സമൂഹം വരികയാണ്. ഇതെല്ലാം വരാൻ കാരണമായിട്ടുള്ളത് നിങ്ങളുടെ എല്ലാം പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. നിങ്ങളെല്ലാം ഏറ്റെടുത്ത പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. മുമ്പ് പോയതുപോലെ ആരും തിരിഞ്ഞു നോക്കാതിരിക്കാനും കഴിയില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വീട്ടിൽ പോയാൽ മാന്യമായിട്ട് ഇരിക്കാനുള്ള കസേര നിവർത്തി തരും. പുറത്തുനിന്ന് അകത്തുനിന്ന് കൽപ്പിക്കുന്നതിന് പകരം നിങ്ങളും വാടക ആവശ്യമുള്ള ആളുകളും ഒത്തൊരുമിച്ചിരുന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. ആധുനിക സംവിധാനം വന്നില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ 20 കൊല്ലം മുമ്പേ സംസാരിക്കുന്ന മൈക്കാണ് ഇപ്പോൾ ഉള്ളത്. ഇന്ന് സംസാരിക്കുന്ന മൈക്കായിരുന്നു 5 കൊല്ലം കഴിഞ്ഞാൽ വരിക. കാലം മാറുകയാ. പന്തൽ അങ്ങനെയാണോ? ഈ പന്തൽ ചിലപ്പോൾ ഒരു 10 വർഷത്തിന് ഇപ്പുറം വന്നതാണ്. ഇങ്ങനൊരു പന്തൽ ഉണ്ടായിരുന്നില്ലല്ലോ. ജർമ്മൻ ടെക്നോളജി പന്തൽ വരികയാണ്. അപ്പൊ ആധുനിക രംഗത്തുണ്ടായ, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിലുണ്ടായ എല്ലാ മാറ്റങ്ങളും കേരളത്തിൽ എത്തിച്ചവരാണ്. എല്ലാ മാറ്റങ്ങളും നമ്മളാണ്. ലക്ഷക്കണക്കിന് രൂപ ചെലവിട്ടുകൊണ്ട്, കെട്ടിടാതെ പടയപ്പെടുത്തിക്കൊണ്ട്, വീടും പറമ്പും ചെയ്തുകൊണ്ട്, ബാങ്കിൽ നിന്നും വായ്പ വാങ്ങിക്കൊണ്ട്, കിട്ടാവുന്ന സാധനങ്ങളെല്ലാം സംഭരിച്ചുകൊണ്ട് കേരളത്തിൽ ഉപജീവനമാർഗം കാണിച്ചു കൊടുത്തവരാണ്. അത് മാത്രമാണോ? നമ്മളെല്ലാം സ്ഥാപനം തുടങ്ങി. ആ സ്ഥാപനത്തിൽ 5 or 6 തൊഴിലാളികൾ എടുത്തു. അങ്ങനെ തൊഴിലാളികൾ എടുത്ത് 11,000-ഓളം വരുന്ന ഉടമകളുടെയും അതിൽ പണിയെടുക്കുന്ന ഏകദേശം 2 ലക്ഷം തൊഴിലാളികളുടെയും ആശ്രയ കേന്ദ്രമായിട്ട് കേരളത്തിലെ വാടക സംരംഭം മാറി. അതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് സ്റ്റേജ് ഒരുക്കി കൊടുത്തവർ സ്വന്തം സ്റ്റേജ് ഒരുക്കി, മറ്റുള്ളവർക്ക് മൈക്കൊരുക്കി കൊടുത്തവർ സ്വന്തം മൈക്കൊരുക്കി, മറ്റുള്ളവർക്ക് പന്തലൊരുക്കി കൊടുത്തവർ സ്വന്തം പന്തലൊരുക്കി. ഈ കാര്യങ്ങളെല്ലാം ഈ സമൂഹം അറിയണം. സമൂഹത്തിന് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു വിഭാഗമായിട്ട് കേരളത്തിലെ വാടക സംരംഭം മാറുകയാണ്. ആഗോള വ്യാപകമായിട്ട് തന്നെ ഇതിന് ഏജൻസികൾ വരാൻ വേണ്ടി പോവുക. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2 വർഷം മുമ്പ് ഡൽഹിയിൽ നടന്ന ഒരു പ്രദർശനം ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ മാത്രമല്ല കേട്ടോ, ലോകത്തിലെ 28 രാഷ്ട്രങ്ങളിലെ സംവിധാനം അവിടെ പ്രദർശിപ്പിച്ചു. 28 രാഷ്ട്രങ്ങളിലെ. അങ്ങനെ ലോകമാകെ ശ്രദ്ധിക്കുന്ന പന്തൽ രംഗമായി, കാറ്ററിംഗ് രംഗമായി, അല്ലെങ്കിൽ അതിന്റെ സംവിധാനമായിട്ട് കേരളത്തിലെ ഈ വാടക സംവിധാനം മാറുകയാണ്. ഇന്നെല്ലാം ഒരു കുടക്കയിൽ ലഭിക്കുകയാണ്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സംവിധാനവും ഈ വാടക രംഗത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ലഭിക്കാൻ പ്രാപ്തരായിട്ടുള്ള, അതിനെ ഒരുക്കിക്കൊണ്ടുള്ളവർ നമ്മളാണ്. നമ്മൾക്ക് മാത്രം അവകാശപ്പെടാവുന്ന കാര്യമാണ്. ഒരാൾക്കില്ല കേട്ടോ. നമ്മൾക്ക് മാത്രം അവകാശപ്പെടാവുന്ന കാര്യമാണ്. ലോകത്തിലെ എല്ലാ മാറ്റങ്ങളും ഞങ്ങൾ കാശ് ചെലവിട്ടുകൊണ്ട് അത് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് എത്തിച്ചേരുന്ന ഒരു സമൂഹം കേരളത്തിലെ ലേറ്റ് ആൻഡ് സൗണ്ട് രംഗത്തും പന്തൽ രംഗത്തും പ്രവർത്തിക്കുന്ന ഉടമകളായ നമ്മൾ മാത്രം. അതുകൊണ്ടാണ് ഇന്നലെ വരെ പുറന്തള്ളിയവർ, ശ്രദ്ധിക്കാതിരുന്നവർ നമ്മൾ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി, സ്വീകരിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വരുന്നു. അത് ഇനിയും ഉയർത്തിക്കൊണ്ടു പോകണം. അങ്ങനെ ഉയർത്തിക്കൊണ്ടു പോകണമെങ്കിൽ നമ്മുടെ ശക്തി നമുക്ക് തെളിയിക്കണം. എന്തായിരുന്നു കാസർഗോഡ് ജില്ലയിലെ വാടക സ്റ്റോറുടെ അവസ്ഥ? ഇന്നെന്താണ് കാസർഗോഡ് ജില്ലയുടെ വാടക സ്റ്റോർ ഉടമകളുടെ അവസ്ഥ? ഇന്ന് ആരോടും അവകാശങ്ങൾ, അധികാരങ്ങൾ ചോദിച്ചു വാങ്ങാൻ കഴിവുള്ള ഒരു വിഭാഗമായിട്ട് നമ്മൾ മാറിയിരിക്കുന്നു. അത് ഇന്നും നാളെയും നടക്കുന്ന നമ്മുടെ ജില്ലാ സമ്മേളനം കാസർഗോഡ് ജില്ലയിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം നമുക്കെല്ലാം ഉണ്ട്.
അതുകൊണ്ട് വളരെ വിനയത്തോടുകൂടി കൂടുതലൊന്നും പറയാതെ ഇന്നും നാളെയും നടക്കുന്ന നമ്മുടെ ജില്ലാ സമ്മേളനം ഐതിഹാസികമായി വിജയമാക്കുക നമ്മുടെ നാളേക്കുള്ള പ്രവർത്തനത്തിന്റെ ചൂണ്ടുപലകയാണ്, നേർക്കാഴ്ചയാണ്. അതിനുവേണ്ടി ഈ മഞ്ചേശ്വരത്തെ പ്രിയപ്പെട്ട സഹോദരന്മാരെല്ലാം, വാടക രംഗത്ത് പ്രവർത്തിക്കുന്ന ഉടമകളെല്ലാം എല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് ആ സമ്മേളനത്തോടൊപ്പം 24 മണിക്കൂർ ഇന്നു മുതൽ നാളെ വൈകുന്നേരം വരെ നടക്കുന്ന സമ്മേളനത്തിൽ ഭാഗമാക്കാൻ നിങ്ങളെല്ലാവരും ഉണ്ടാകണമെന്ന് മാത്രം വളരെ വിനയത്തോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമയം വൈകിയതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും നടക്കില്ല. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരെയും കാണാനും ഈ പരിപാടിയിൽ പങ്കെടുക്കാനും കഴിഞ്ഞതിൽ അതിയായ സന്തോഷം കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ഈ പതാക ജാഥ നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടുകൂടി ഇതിന്റെ പതാക ലീഡർ സുകുമാർ കൊപ്പള ഏൽപ്പിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി ഔദ്യോഗികമായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. മൂന്നോളം കർണാടകത്തിലെ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളോട് നല്ല സഹകരണം വരും എന്നുള്ളതല്ലേ ഞങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മളും അവരോട് സഹകരിച്ച് പോകണം. അതുപോലെ തന്നെ ഈ ജില്ലാ സമ്മേളനം കഴിഞ്ഞ കുറേ കാലത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ജില്ലാ സമ്മേളനം നടക്കുന്നത്. ഈ പതാക ജാഥ കാടിക്കടവിലെത്തുമ്പോൾ അവിടുന്ന് ഏകദേശം 1000 ചില ആൾക്കാരുണ്ടാവും. ഇതിപ്പോൾ നമുക്ക് ഓരോ മേഖലയും കടന്നു പോകുമ്പോൾ ഇതിൻ്റെ ഒപ്പം ആൾ കൂടി വരികയാണ്. അതുകൊണ്ട് ഒരു അഭ്യർത്ഥന കൂടിയുണ്ട്. കാരണം നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ, ഈ ജാഥയിൽ വണ്ടി ഓടിക്കുമ്പോൾ കൃത്യത പാലിക്കണം. കാരണം ഞാൻ മുമ്പിൽ എന്ന് പറഞ്ഞാൽ റോഡ് ബ്ലോക്കാവും. അതുകൊണ്ട് എല്ലാവരും മറ്റൊരു വഴി ഒരുക്കി കൊടുത്ത് നമ്മൾ ജാഥ മുമ്പിലോട്ട് പോകാൻ സഹകരിക്കണം. ഇല്ലേ ബ്ലോക്കായ പിന്നെ ലേറ്റാവും. ഇത് 9 മണിക്ക് പോകേണ്ടതാണ് ഈ ജാഥ ഉദ്ഘാടനം ചെയ്യേണ്ടത്. ഇതിപ്പോൾ വഴുകി കുറേ വരും പ്രസംഗിക്കാൻ ആളുകൾ. 9ನೇ ಜಿಲ್ಲಾ ಸಮ್ಮೇಳನಕ್ಕೆ ಸೇರಿರುವಂತಹ ವೇದಿಕೆಯಲ್ಲಿರುವಂತಹ ಎಲ್ಲ ಗಣ್ಯರಿಗೆ ಹಾಗೂ ನಮ್ಮ ಪ್ರೀತಿಯ ಕಾಸರಗೋಡು ಆಗಿರ್ಬೋದು, ಹಾಗೆ ದಕ್ಷಿಣ ಕನ್ನಡ ಜಿಲ್ಲಾ ಎಲ್ಲ ಸದಸ್ಯರಿಗೆ ನಮಸ್ಕರಿಸ್ತಾ, ಇದೊಂದು ನಮಗೆ ಖುಷಿಯ ದಿವಸ. ಯಾಕಂತ ಹೇಳಿದ್ರೆ ಇಷ್ಟರವರೆಗೆ ಕೇರಳ ಒಂದು ಕಡೆ ಸಂಘಟನೆ ಒಂದು ಆಹ್ವಾನ ಕೊಟ್ಟಿದ್ದಕ್ಕೆ ನಿಮ್ಮನ್ನೆಲ್ಲ ಅಭಿನಂದಿಸ್ತಾ ಇದ್ದೇನೆ. ಈಗ ಮಾತಾಡುವಾಗ ನಮ್ಮ ಕಾಸರಗೋಡು ಜಿಲ್ಲಾ ಅಧ್ಯಕ್ಷರು ಕೂಡ ಹೇಳಿದ್ರು, ನಾವು ನೆಕ್ಸ್ಟ್ ವರ್ಷ ಮಂಗಳೂರಿಂದ ಶುರು ಮಾಡ್ತೇನೆ ಅಂತ ಹೇಳಿ. ನಮ್ದು ದಕ್ಷಿಣ ಕನ್ನಡ ಜಿಲ್ಲೆಯಿಂದ ಸಂಪೂರ್ಣ ಸಹಕಾರ ಕೊಡ್ತೇನೆ ಅಂತ ಹೇಳ್ತಾ ನೀವು ಅಲ್ಲಿಂದ ಈ ಜಾಥವನ್ನ ಶುರು ಮಾಡಿದ್ರೆ ನಮ್ದು ಸಂಪೂರ್ಣ ಸಹಕಾರ ಕೊಡ್ತೇನೆ ಅಂತ ಹೇಳ್ತಾ, ಒಂದು ತಿಂಗಳ ಮುಂಚೆ ನಮ್ಮ ದಕ್ಷಿಣ ಕನ್ನಡ ಜಿಲ್ಲೆಯಲ್ಲಿ 10 ಗಂಟೆಯೊಳಗೆ ಸೌಂಡ್ ನಿಲ್ಲಿಸಬೇಕು ಮತ್ತೆ DJ ಹಾಕಬಾರ್ದಂತ ಒಂದು ಕಾನೂನು ಬಂತು ನಮ್ದು ಸರ್ಕಾರದಿಂದ, ಕರ್ನಾಟಕ ಸರ್ಕಾರದಿಂದ ಒಂದು ಕಾನೂನು ಬಂತು. ಆಗ ನಾವೊಂದು 2 ದಿವಸದ ಮಟ್ಟಿಗೆ ಯಾವುದೇ ಫಂಕ್ಷನ್ಗೆ ಸೌಂಡ್ ಕೊಡುದಿಲ್ಲ. ಯಾಕಂತ ಹೇಳಿದ್ರೆ ಸೌಂಡ್ಸ್ ಆ್ಯಂಡ್ ಲೈಟ್ಸ್ನವರು ಸರ್ಕಾರ ಆಗಿರ್ಬೋದು, ಇಲ್ಲದೆ ಸಮಾಜದ ಒಂದು ಭಾಗವಾಗಿ ತೋರಿಸಬೇಕು. ನಾವು ಸಮಾಜಕ್ಕೆ ಎಷ್ಟು ಮುಖ್ಯ ಅಂತ ಹೇಳಿ ತೋರಿಸಬೇಕೆಂಬ ಕಾರಣಕ್ಕೋಸ್ಕರ 2 ದಿವಸ ಸೌಂಡ್ ಬಂದ್ ಮಾಡಿದ್ದೆವು. ಅದಕ್ಕೆ ನಮ್ಮ ಕಾಸರಗೋಡು ಜಿಲ್ಲೆಯಿಂದ ನಮಗೆ ಸಂಪೂರ್ಣ ಸಹಕಾರ ಕೊಟ್ಟಿದ್ದಕ್ಕೆ ಕೂಡ ನಾನು ಅಭಿನಂದಿಸ್ತಾ ಇದ್ದೇನೆ. ನಮಗೆ ಒಂದು ಕಡೆ ಸೌಂಡ್ ಬರುವಾಗ ಅರ್ಧದಿಂದ ಹಿಂದೆ ಕೊಂಡೋಗಿದ್ದಾರೆ. ಹೌದು, ಕರ್ನಾಟಕದಲ್ಲಿ ದಕ್ಷಿಣ ಕನ್ನಡ ಜಿಲ್ಲೆಯಲ್ಲಿ ಸೌಂಡ್ ಕೊಡ್ತಾ ಇಲ್ಲ ಅಂತೇಳಿ ನೀವು ಕೂಡ ಸೌಂಡನ್ನು ಹಿಂದೆ ಕೊಂಡೋಗಿದ್ದಕ್ಕೆ ಕೂಡ ನಾವು ಅಭಿನಂದಿಸ್ತಾ ಇದ್ದೇನೆ. ಅದೇ ರೀತಿ ನಮಗೆ ಇದೊಂದು ಗಡಿ ಭಾಗ. ಈಗ ಮಂಗಳೂರು ಆಗಿರ್ಬೋದು, ಕಾಸರಗೋಡು ಒಂದು ಗಡಿ ಭಾಗ. ಇಲ್ಲಿ ಮಂಗಳೂರಿನವರು ಕೂಡ ಈ ಕಾಸರಗೋಡಿಗೆ ಸೌಂಡ್ಸ್ ಆ್ಯಂಡ್ ಲೈಟ್ಸ್ ಆಗಿರ್ಬೋದು ಸೌಂಡ್ಸ್ ಆ್ಯಂಡ್ ಲೈಟ್ಸ್ ಮಾಡಲಿಕ್ಕೆ ಬರ್ತಾರೆ. ಅದೇ ರೀತಿ ಇಲ್ಲಿಂದ ಕೂಡ ಮಂಗಳೂರಿಗೆ ಬರ್ತಾರೆ. ಆಗ ಏನಾದರೂ ತೊಂದರೆ ಆದರೆ ನಾವು ಕೆಲವು ವರ್ಷದಿಂದ ನಮಗೆ ಪರಿಚಯ ಇದ್ದದ್ದು ಯಶೋಧರಣ್ಣಂದು ಮಾತ್ರ. ನಾವು ಎಂಥ ವಿಷಯ ಇದ್ರು ಯಶೋಧರಣ್ಣಿಗೆ ಕಾಲ್ ಮಾಡುದು, ಕಾಸರಗೋಡಲ್ಲಿ ಇಂಥ ಪ್ರಾಬ್ಲಮ್ ಆಗಿದೆ ಅಂತ ಒಂದು ಹೆಲ್ಪ್ ಮಾಡಿ ಅಂತೇಳಿ. ನಮಗೆ ಅವರು ಪ್ರತಿ ಪ್ರಾಬ್ಲಮ್ಗೆ ಕೂಡ ಒಂದು ಹೆಲ್ಪ್ ಮಾಡ್ತಿದ್ರು. ಯಾಕಂತ ಹೇಳಿದ್ರೆ ನಮಗೆ ಮಾತಾಡಲಿಕ್ಕೆ ಸ್ವಲ್ಪ ಇಲ್ಲಿ ಇದು ಬರೋದಿಲ್ಲ. ಹಾಗಾಗಿ ಯಶೋಧರಣ್ಣನಿಗೆ ಬರ್ತದೆ. ಯಶೋಧರಣ್ಣ ಅಂತ ನಾವು ತುಳು ಕನ್ನಡದಲ್ಲಿ ಹೇಳಿದಾಗ ಅವರು ಇಲ್ಲಿ ಮನೆಯಲ್ಲಿ ಹೇಳಿ ಪುನಃ ನಮಗೆ ರಿಪೀಟ್ ತುಳು ಕನ್ನಡದಲ್ಲಿ ಅವರು ಮಾತಾಡಿ ಪ್ರಾಬ್ಲಮ್ ಅನ್ನು ಸಾಲ್ವ್ ಮಾಡ್ತಿದ್ರು. ಅವರಿಗೂ ಕೂಡ ಅಭಿನಂದಿಸ್ತಾ, ನಮ್ಮನ್ನ ಕರೆದಕ್ಕೆ ಇನ್ನೊಂದ್ಸಲ ಅಭಿನಂದಿಸ್ತಾ, ನನಗೆ
ಒಂದೆರಡು ಮಾತಾಡಲಿಕ್ಕೆ ಅವಕಾಶ ಕೊಡ್ತಾಗಿ ಕಾಸರಗೋಡು ಜಿಲ್ಲಾ ಸಂಘಟನೆಗೆ ಧನ್ಯವಾದ ಹೇಳಿಸ್ತಾ ಧನ್ಯವಾದ. ವೇದಿಕೆಯಲ್ಲಿರುವಂತಹ ಎಲ್ಲ ಗಣ್ಯರಿಗೆ ವಂದಿಸ್ತಾ, ನಾವು ಮೈಕಿನ ಎದುರು ಯಾವುದೇ ಕೆಲಸ ಮಾಡೋರಲ್ಲ. ಯಾಕೆಂದರೆ ಇದರಲ್ಲಿ ಸ್ಪೀಚ್ ಮಾಡಿ ನಮಗೆ ಅನುಭವ ಇಲ್ಲ, ಏನಿದ್ರು ಕನ್ಸೋಲ್ ಹತ್ರ ಇರುವಂಥವ್ರು. ಆದ್ದರಿಂದ ನಿಮ್ಮ ಎಲ್ಲ ಕಾರ್ಯಕ್ರಮಗಳಿಗೆ ಶುಭ ಹಾರೈಸ್ತಾ ನನ್ನ ഈ മാറ്റുകളെ മുന്നിൽ നമസ്കാരം. എല്ലാവരും അതുകൊണ്ട് ഇനി തുടരും. പിന്നെ നമ്മൾ ചെയ്യുന്നത് വളരെയധികം കഴിയുന്നതും 10 മണിക്ക് തന്നെ നിർത്തുന്ന സംവിധാനം നമ്മളെ കയ്യിൽ നിന്ന് ഉണ്ടാക്കണം. അഥവാ എന്ത് സംഭവം നമ്മൾ നേതാക്കന്മാരുടെ വിട്ട് നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ 2 വാക്ക നമ്മൾ കുറേ വൈകിയാണ് നമ്മൾ പോകുന്നത്, യാത്ര പോകുന്നത്. ഇവ കാലിക്കാട് 5 മണിക്ക് എത്തണം എന്നാണ് നമുക്ക് നിർദ്ദേശം തന്നിട്ടുള്ളത്. ഇപ്പോൾ തന്നെ വൈകി. ഇനിയിപ്പോൾ നമുക്ക് ഹൈവേയിലേക്ക് കൂടി പോയി ഹൈവേയിൽ നിന്ന് അന്ന് ഉപ്പള ഇറങ്ങലും ഹൈവേയിൽ നിന്നാണ് കുമ്പള ഇറങ്ങലും ഹൈവേയിൽ നിന്നാണ് കാസർഗോഡ് ഇറങ്ങലും എന്നിട്ട് നേരെ ചന്ദ്രി വഴി ആണ് ഈ ജാഥ പോകുന്നത്. അതുകൊണ്ട് ഇതൊരു വ്യത്യസ്തമായ ഒരു ജില്ലാ സമ്മേളനമാണ്. ഇതുവരെ നടന്നതിൽ വലിയ വ്യത്യസ്തമായ ഒരു സമ്മേളനമാണ്. അതുകൊണ്ട് ഏകദേശം 50ഓളം സ്റ്റാളാണ് നമുക്ക് വേണ്ടി ഒരുക്കി നിർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് വളരെ ഭയങ്കര ആർഭാടമായി തന്നെയാണ് നമ്മൾ സമ്മേളനം നടക്കുന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ മെമ്പർമാരും ഒന്നും ഒഴിയാതെ നമ്മളെ സമ്മേളനത്തിൽ എല്ലാം നമ്മൾ കൃത്യമായി പങ്കെടുത്തുകൊണ്ടും അതിൻ്റേതായ നമ്മളെ ഒരു മെമ്പർമാർ ഒറ്റപ്പെട്ട മേഖലയിൽ പണ്ട് തരാതെ കാണുന്നുണ്ട് നമുക്ക് ലിസ്റ്റ് നോക്കുമ്പോൾ. അതൊക്കെ ഒഴിവായിക്കൊണ്ട് നല്ല ആത്മാർത്ഥമായി, പ്രത്യേകിച്ചും ഇന്നലെ രാത്രി ജില്ല ഉടനീളം എല്ലാ മെമ്പർമാരും റോഡിലെ കൊടികെട്ടലും മറ്റുള്ള സ്റ്റേജ് ഒരുക്കലും വളരെയധികം നല്ല ഒരു ഉത്സാഹത്തോടെ നമ്മളെല്ലാ മെമ്പർമാരും രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നല്ല വിജയം ഈ പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാവരും അത് കൈകോർക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ യോഗത്തിനുള്ള ഈ ഉദ്ഘാടന സദസ്സിനെ എല്ലാവിധ അഭിനന്ദനങ്ങളും. ತಾಯಿ ಬಾರ ಮೊಗವ ತೋರ ಕನ್ನಡಿಗರ ಮಾತೆಯೇ, ಅರಸು ತಾಯೇ ಸುತರ ಕಾಯೇ ನಮ್ಮ ಜನ್ಮದಾತೆಯೇ ಎಂದು ಹಾಡಿದ ಮಂಜೇಶ್ವರ ಗೋವಿಂದ ಪೈಗಳ ಮಣ್ಣಲ್ಲಿ ಇಂದು ನಮ್ಮ ಕಾಸರಗೋಡು 9ನೇ ಜಿಲ್ಲಾ ಸಮ್ಮೇಳನದ ಪತಾಕ ಜಾಥಾದ ಉದ್ಘಾಟನೆಯನ್ನು ನಮ್ಮ ಸಂಘಟನೆಯ ರಾಜ್ಯ ಪ್ರಧಾನ ಕಾರ್ಯದರ್ಶಿಗಳಾದ ಶ್ರೀ ಟಿ.ವಿ. ಬಾಲನ್ ರವರು ಉದ್ಘಾಟಿಸಿದ್ದಾರೆ. ಉದಯವಾಗಲಿ ನಮ್ಮ ಕನ್ನಡ ನಾಡು, ಉದಯವಾಗಲಿ ನಮ್ಮ ಕನ್ನಡ ನಾಡು, ಉದಯವಾಯಿತು ನಮ್ಮ ಕಾಸರಗೋಡು ಜಿಲ್ಲಾ ಸಮ್ಮೇಳನ ಇಂದು. ಉದಯವಾಗಲಿ ನಮ್ಮ ಕನ್ನಡ ನಾಡು, ಉದಯವಾಯಿತು ನಮ್ಮ ಕಾಸರಗೋಡು ಜಿಲ್ಲಾ ಸಮ್ಮೇಳನ ಇಂದು ನಮ್ಮ ಜಿಲ್ಲಾ ಸಮ್ಮೇಳನ ಈಗಾಗಲೇ ಉದ್ಘಾಟನೆಗೊಂಡಿದೆ. ಇಲ್ಲಿಂದ ಪತಾಕೆ ಜಾಥಾ ಹಾಗೂ ತ್ರಿಕಾರಿಪುರದಿಂದ ಬರುವ ಧ್ವಜಸ್ತಂಭ ಮೆರವಣಿಗೆ ಇದು ಒಟ್ಟಿಗೆ ಸೇರಿಕೊಂಡು ಸಂಜೆ ಸುಮಾರು 5 ಗಂಟೆಗೆ ಕಾಳಿಕಡವಿನ ಸಮ್ಮೇಳನ ನಗರದಲ್ಲಿ ನಮ್ಮ ಜಿಲ್ಲಾ ಸಮ್ಮೇಳನದ ಕಾರ್ಯಕಲಾಪಗಳ ಉದ್ಘಾಟನೆಯ ಧ್ವಜಾರೋಹಣ ಕಾರ್ಯಕ್ರಮ ನಡೆಯಲಿರುವುದು. ಕವಿಯೊಬ್ಬರು ಹಾಡಿದ್ದಾರೆ, ಎಲ್ಲಿಯವರೆಗೆ ಅಂತ ಹೇಳಿದರೆ, ಬಿಳಿಯ ಬಟ್ಟೆಯನ್ನುಟ್ಟು ಯುವಕನೊಬ್ಬ ಎದೆ ಚಾಚಿ ನಡೆಯುತ್ತಿದ್ದಾನೆ. ಅದನ್ನು ನೋಡಿ ಕವಿಯೊಬ್ಬರು ಹಾಡುತ್ತಾರೆ, ಬಿಳಿಯ ಬಟ್ಟೆಯನ್ನುಟ್ಟು ಎದೆ ಚಾಚಿ ಮುನ್ನಡೆದೆ, ಯುವಕ ಮೆಚ್ಚಿದೆ ನಾನು ಮೈಮರೆಯಬೇಡ. ಬಿಳಿಯ ಬಟ್ಟೆಯನ್ನುಟ್ಟು ಎದೆ ಚಾಚಿ ಮುನ್ನಡೆದೆ, ಯುವಕ ಮೆಚ್ಚಿದೆ ನಾನು ಮೈಮರೆಯಬೇಡ. ಮತ್ಸರವು ಮನದಲ್ಲಿ ಕೊಳಕೆಸರು ಕೈಯಲ್ಲಿ, ಕಣ್ಣಿನ ಮೈಯಲ್ಲಿ ಸುತ್ತಲೂ ನೋಡು. ಮತ್ಸರವು ಮನದಲ್ಲಿ ಕೊಳಕೆಸರು ಕೈಯಲ್ಲಿ, ಕಣ್ಣಿನ ಮೈಯಲ್ಲಿ ಸುತ್ತಲೂ ನೋಡು. ಈ ಕವಿಯವರ ಭಾವನೆಯಂತೆ ನಮ್ಮ ಸಂಘಟನೆ ಆ ಯುವಕನಾಗಿ ಎದೆ ಉಬ್ಬಿಸಿಕೊಂಡು ನಡೆಯುತ್ತಿರುವಾಗ ನಮ್ಮ ಜಿಲ್ಲೆಯ ಇತರ ಸಂಘಟನೆಗಳಿಗೆ ಅಸೂಯೆ ಬಾರದಿರದು ಅಂತಹ ಬಲಿಷ್ಠ ಸಂಘಟನೆಯಾಗಿ ಕೇರಳ ಸ್ಟೇಟ್ ಏರ್ಫೋರ್ಸ್ ಆನರ್ಸ್ ಅಸೋಸಿಯೇಷನ್ ಇಂದು ರೂಪುಗೊಂಡಿದೆ. ನನಗೆ ಒಂದು ಜವಾಬ್ದಾರಿ ಕೊಟ್ಟಿದ್ದಾರೆ, ಏನಂತ ಹೇಳಿದರೆ ಧನ್ಯವಾದ ಸಮರ್ಪಣೆ ಎಂದು. ನಮ್ಮ 97ರಲ್ಲಿ ಕೆಲವು ಜನರನ್ನು ಒಂದುಗೂಡಿಸಿ ಶ್ರೀ ಟಿ.ವಿ. ಬಾಲನ್ ರವರು ನೆಟ್ಟ ಸಸಿಯೊಂದು ಇಂದು ದೊಡ್ಡ ಹೆಮ್ಮರವಾಗಿದೆ. ಇದು ದೊಡ್ಡ ಹೆಮ್ಮರವಾಗಿ 700ಕ್ಕಿಂತಲೂ ಹೆಚ್ಚು ನಮ್ಮ ಕೇರಳ ಸ್ಟೇಟ್ ಏರ್ಫೋರ್ಸ್ ಆನರ್ಸ್ ಅಸೋಸಿಯೇಷನ್ ಸದಸ್ಯರಿಗೆ ನೆರಳಾಗಿ ನಿಂತಿದೆ. ಇನ್ನೂ ಇದನ್ನು ಬಲಿಷ್ಠಗೊಳಿಸುವ ಕಾರ್ಯ ಇಂದಿನ ಮತ್ತು ನಾಳೆಯ ಸಮ್ಮೇಳನದಲ್ಲಿ ಚರ್ಚಿಸಲಾಗುವುದು.
ಕನ್ನಡದ ಕವಿಯೊಬ್ಬರು ಆಡಿದ ಹಾಗೆ ಸಮ್ಮೇಳನವೆಂದರೆ ತುಕ್ಕು ಹಿಡಿಯುವುದನ್ನು ಧೂಳು ಹಿಡಿದದ್ದನ್ನು ಸಂಘಟನೆಗೆ ಬಂದ ಇದನ್ನು ಕರುಣಿಸಿಕೊಡಬೇಕೆಂದು ನಿರೀಕ್ಷಿಸುವುದರೊಂದಿಗೆ ಎಲ್ಲರ ಅನುಗ್ರಹ ಆಶೀರ್ವಾದ ನಾವು ಬೇಡುವುದಲ್ಲದೆ ಉದ್ಘಾಟನೆಗೊಂಡ ಈ ಕಾರ್ಯಕ್ರಮವನ್ನು ಉದ್ಘಾಟಿಸಿದ ಶ್ರೀ ಟಿ.ವಿ. ಬಾಲನ್ ರವರಿಗೆ ನಮ್ಮ ಜಿಲ್ಲಾ ಸಮಿತಿಯ ಪರವಾಗಿ ಧನ್ಯವಾದಗಳನ್ನು ಸಮರ್ಪಿಸುತ್ತೇನೆ. ಸುರೇಂದ್ರನ್ ಬಿಂದು ಅವರಿಗೂ ಧನ್ಯವಾದಗಳನ್ನು ಸಮರ್ಪಿಸುತ್ತೇನೆ. ಅಲ್ಲದೆ ಜಾಥಾ ಮೆರೆದಂತಹ ಶ್ರೀಯುತ ಈ ಸಂದರ್ಭದಲ್ಲಿ ಆತ್ಮೀಯವಾಗಿ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇನೆ. ಶ್ರೀಯುತ ನವೀನ್ ಅವರು ಅವರಿಗೆ ಚಾಲನೆ ನೀಡಿ ಆತ್ಮೀಯವಾಗಿ ಸ್ವಾಗತ. ಕೂಡ ಆತ್ಮೀಯವಾಗಿ ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇನೆ. ಶ್ರೀಯುತ ಸಂಸತ್ ಕೈಯೊಳಿಗೆ ಮಾಲಕರು ದಲಿತರಿಗೆ ಚಾಲನೆ ಸ್ವಾಗತಿಸಿ ಅವರನ್ನು ನಮ್ಮೆಲ್ಲರ ಪರವಾಗಿ ಆತ್ಮೀಯವಾಗಿ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇವೆ. ಶ್ರೀಯುತ ಬಶೀರ್ ಜಂಜಂ ಅವರಿಗೆ ಬಶೀರ್ ಜಂಜಂ ಅವರಿಗೆ ಚಾಲನೆ ನೀಡಿ ಆತ್ಮೀಯವಾಗಿ ಬರಮಾಡುತ್ತಾರೆ. ಕಾಸರಗೋಡು ಜಿಲ್ಲೆಯ ಪ್ರಾಥಮಿಕ ಸದಸ್ಯರಿಗೆ ಹಲವಾರು ವರ್ಷ ಒಂದು ಸಂಘಟನೆಯಾಗಿರುವಂತಹ ಆತ್ಮೀಯರಾದಂತಹ ಶ್ರೀಯುತ ಸುಕುಮಾರ್ ಕೊಪ್ಪಳ മണിക്ക് തൊഴിലാളി സംഗമം സംഘടനാ സംസ്ഥാന ശ്രീ ബാലൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി എന്നും ശ്രീ സുകുമാരൻ കൊപ്പളം ക്യാപ്റ്റനും ജില്ലാ സെക്രട്ടറി ശ്രീ ഹനീഫ് കരിഞ്ഞപ്പള്ളം വൈസ് ക്യാപ്റ്റനും ജില്ലാ സെക്രട്ടറിയേറ്റ് എന്നും ശ്രീ റസാഖ് ഇഷാൽ മാനേജരും ജില്ലാ നേതാക്കളായ ശ്രീ അഷറഫ് സ്റ്റാഫിന് റിയാസ് ചൌക്കി ബഷീർ കോട്ടൂർ എന്നിവർ അംഗങ്ങളുമായി പ്രയാണം ആരംഭിച്ച ഈ പതാക ുള്ള കുതിമരജാഥയുമായി സംഗമിച്ച് കാലിക്കടവിൽ സമ്മേളനങ്ങളിലുള്ള 6 മണിക്ക് സമ്മേളനത്തിൽ കാലിക്കടവിൽ നടക്കുന്ന കേരള ശ്രീ ഹാർബിസേഴ്സ് അസോസിയേഷന്റെ 9ാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനവും തീരുമാനമെന്ന് മുഴുവൻ ജനവിഭാഗങ്ങളോടും സമ്മേളനങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്.
വീടായാലും ഇൻഡസ്ട്രിയിലായാലും ബിസിനസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ, HT, LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9497 500 600. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today 55 488 910. Venus Trading and Services near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. ഇവളണിയും പൊന്നല്ലേ കനവുണരും ദിനമല്ലേ മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ മാറ്റേറും പൊന്നിൻ താരമേ City Gold and Diamonds, Kerala and Karnataka, the glow of purity.